സുരേഷ് ഗോപി ഇപ്പോൾ തൃശ്ശൂരിലേക്ക് എത്തിയിട്ടുണ്ട്. വലിയ തോതിലുള്ള പ്രതിഷേധം ഇപ്പോൾ തൃശ്ശൂരിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളടക്കം ഉന്നയിക്കുന്ന പശ്ചാത്തലമുണ്ട്. കെ മുരളീധരനെ പോലെയുള്ള കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെടുന്നത് സുരേഷ് ഗോപിയുടെ രാജിയാണ്. അവിടെ വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് CPIM ആവശ്യപ്പെടുന്നുണ്ട്. ഇതിനിടയിലാണ് രാജീവ് ചന്ദ്രശേഖരന്റെ പ്രതികരണമടക്കം മാധ്യമങ്ങൾ തേടിയത്. അതേസമയം സുരേഷ് ഗോപി ഈ വിഷയത്തിൽ മൗനം തുടരുക തന്നെയാണ്. ഇതുവരെയും ഒരു പ്രതികരണത്തിന് സുരേഷ് ഗോപി മുതിർന്നിട്ടില്ല. ഒരുപക്ഷെ ഇന്ന് അതുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നവമിയിലേക്ക് രാജീവ് ചന്ദ്രശേഖരന്റെ പ്രതികരണം, അദ്ദേഹം പല ചോദ്യങ്ങൾക്കും കൃത്യമായി മറുപടി നൽകുന്നില്ല. അതൊക്കെ കോടതിയിൽ ചലഞ്ച് ചെയ്യൂ, കോടതി പറയട്ടെ എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഇതിലൊരു കൃത്യമായ മറുപടി BJP ഇന്ന് ഈ വിഷയത്തിൽ നൽകും. സുരേഷ് ഗോപിയുടെ ഭാഗത്ത് നിന്ന് പ്രതികരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ? അഭിലാഷ്, സുരേഷ് ഗോപിയും BJPയും പ്രതിക്കൂട്ടിലായിരിക്കുന്ന ഒരു വിഷയം തന്നെയാണ് ഈ വോട്ടുമായി ബന്ധപ്പെട്ട വലിയ തിരിമറി നടന്നു എന്നത്. അത് തെളിവുകളടക്കം പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ സുരേഷ് ഗോപി ഒരു മാസത്തിന് ശേഷം സ്വന്തം മണ്ഡലമായിട്ടുള്ള തൃശ്ശൂരിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. അല്പസമയം മുമ്പാണ് അദ്ദേഹം വന്ദേ ഭാരതിൽ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇറങ്ങിയത്. വലിയ സ്വീകരണം തന്നെയാണ് സുരേഷ് ഗോപിക്ക് പ്രവർത്തകർ ഒരുക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹത്തെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് തന്നെയാണ് പ്രവർത്തകർ സ്വീകരിച്ചിരിക്കുന്നത്. ഒപ്പം ഈ വലിയ ഒരു പോലീസ് സുരക്ഷയും സുരേഷ് ഗോപിക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പോലീസുകാരുടെ വലയത്തിൽ തന്നെയാണ് സുരേഷ് ഗോപി ഇപ്പോൾ റെയിൽവേ സ്റ്റേഷന്റെ പുറത്തേക്ക് ഇറങ്ങുന്നത്. 2ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് അദ്ദേഹം വന്നിറങ്ങിയത്. അവിടെ നിന്നും ലിഫ്റ്റ് വഴി ഇനിയിപ്പോൾ 1ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്നു. അതിനിടയിൽ മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് സുരേഷ് ഗോപിയോട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഈ വിവാദവുമായി ബന്ധപ്പെട്ട് എന്താണ് പ്രതികരണം? വ്യാജ വോട്ടുണ്ടോ? താങ്കളുടെ ഡ്രൈവർ അടക്കം വ്യാജ വോട്ട് രേഖപ്പെടുത്തിയെന്ന തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. പക്ഷേ ആദ്യമായിട്ടായിരിക്കും സുരേഷ് ഗോപി മാധ്യമങ്ങൾക്ക് മുന്നിൽ മിണ്ടാതെ ഉരിയാടാതെ ഇങ്ങനെ പുറത്തേക്ക് പോകുന്ന ഒരു കാഴ്ച നമ്മൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. അപ്പോൾ എന്തോ സുരേഷ് ഗോപിക്ക് ഇനി എന്താണ് പറയാനുള്ളത്? ഇതിൽ എന്ത് ന്യായീകരണമാണ് സ്വന്തം വോട്ടർമാരോട് സുരേഷ് ഗോപിക്ക് പറയാനുള്ളത്? മാധ്യമപ്രവർത്തകരോട്, ജനങ്ങളോട് എന്താണ് സുരേഷ് ഗോപിക്ക് പറയാനുള്ളതെന്നാണ് ഇനി ഉറ്റുനോക്കുന്നത്. ഇവിടെ നിന്നും സുരേഷ് ഗോപി നേരെ പോകുന്നത് അശ്വിനി ആശുപത്രിയിലേക്കായിരിക്കും. അവിടെയാണ് ഇന്നലെ CPM BJP സംഘർഷത്തെ തുടർന്ന് പരിക്കേറ്റ BJP പ്രവർത്തകരെ കാണാൻ അവിടെ ആശുപത്രിയിലാണ് അവർ ഉള്ളത്. അവരെ കണ്ടതിന് ശേഷം നേരെ CPM പ്രവർത്തകർ കരിയോയിലൊഴിച്ച തന്റെ ക്യാമ്പ് ഓഫീസിലേക്ക് പോകും. അവിടെ ശേഷം 11 മണിയോടുകൂടിയായിരിക്കും ഈ കമ്മീഷണർ ഓഫീസിലേക്ക് BJPയുടെ വലിയ ഒരു പ്രതിഷേധ മാർച്ച് നടക്കുന്നത്. ഓഫീസിലേക്ക് അവിടെ കമ്മീഷണർ ഓഫീസിലേക്ക് ഉള്ള പ്രതിഷേധത്തിൽ ഈ എന്താണ് സുരേഷ് ഗോപിക്ക് പറയാനുള്ളത്? അവിടെ വെച്ചായിരിക്കും സുരേഷ് ഗോപി പ്രതികരിക്കുക എന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോഴും സുരേഷ് ഗോപി അവിടെ എത്തുമോ എന്നതിൽ ചെറിയ ഒരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹം വരുമെന്നും വരില്ല എന്നും ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ കെ സുരേന്ദ്രൻ, ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ അങ്ങോട്ടേക്ക് പ്രതിഷേധവുമായി എത്തുമെന്ന് ഉറപ്പായിട്ടുണ്ട്. സുരേഷ് ഗോപിയും അവിടെ എത്തിയേക്കും. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് എന്താണ് ജനങ്ങളോട് പറയാനുള്ളത്? മാധ്യമങ്ങളുടെ ചോദ്യത്തിന് അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം ഉണ്ടാകുമോ എന്നത് നമുക്കിനി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അറിയാൻ സാധിക്കും. ഇപ്പോഴെന്തായാലും തൃശ്ശൂരിലെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നിറങ്ങിയ അദ്ദേഹം അശ്വിനി ആശുപത്രിയിലേക്കായിരിക്കും നേരെ പോകുക. ഇപ്പോഴും ആശുപത്രിയിലേക്ക് അദ്ദേഹം പുറപ്പെട്ടിരിക്കുകയാണ്. അതുവരെ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്കൊന്നും തന്നെ അദ്ദേഹം ഉത്തരം നൽകിയിട്ടില്ല. ഇന്നലെ മുതൽ ഡൽഹിയിൽ വെച്ച് മുതൽ മാധ്യമങ്ങൾ അദ്ദേഹത്തെ പിന്തുടരുന്നതാണ്. ഈ ചോദ്യങ്ങൾക്ക്, ഈ വിവാദങ്ങൾക്ക് മറുപടി ഉണ്ടോ എന്ന് ആരായുന്നതാണ്. പക്ഷേ മാധ്യമങ്ങളോട് മിണ്ടാതെയാണ് അദ്ദേഹം ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തുകയും തിരുവനന്തപുരത്ത് നിന്ന് വന്ദേ ഭാരതിൽ കയറുന്നതിന് മുൻപ് പോലും മാധ്യമങ്ങളെ മുഖം കൊടുക്കാൻ പോലും തയ്യാറാകാതെയാണ് സുരേഷ് ഗോപി. മാധ്യമങ്ങളെ കണ്ടിട്ടേ ഇല്ല എന്നൊരു മുഖഭാവം തന്നെയാണ് സുരേഷ് ഗോപിക്കുള്ളത്. ഇനി മണിക്കൂറുകൾ, ഇനി കമ്മീഷണർ ഓഫീസിന് മുന്നിലുള്ള പ്രതിഷേധത്തിലായിരിക്കും സുരേഷ് ഗോപി പ്രതികരിക്കുക എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് മാധ്യമപ്രവർത്തകരും. ഈ രാജീവ് ചന്ദ്രശേഖരനടക്കം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പല ന്യായീകരണങ്ങളും നൽകുന്നുണ്ട്. അതിപ്പോഴും ചോദ്യങ്ങൾക്കൊക്കെ അവ്യക്തമായിട്ടുള്ള മറുപടി തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരന് നൽകിയിരിക്കുന്നത്. പാർട്ടി അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ നൽകിയിട്ടുണ്ട്. പക്ഷേ വിവാദങ്ങൾ, തെളിവുകൾ അതെല്ലാം ഇപ്പോഴും നമ്മുടെ മുന്നിലുണ്ട്. ഈ വോട്ടുമായി ബന്ധപ്പെട്ട പല അവ്യക്തതയിൽ നിലനിൽക്കുന്നുണ്ട്. തെളിവുകളടക്കം നിരത്തിക്കൊണ്ട് തന്നെയാണ് മാധ്യമപ്രവർത്തകർ ഈ ചോദ്യം ചോദിക്കുന്നത്. പക്ഷേ
സുരേഷ് ഗോപിക്ക് മൗനം തുടരുകയാണ്. അദ്ദേഹം മൗനം വെടിഞ്ഞ് എന്താണ് വോട്ടർമാരോട് പറയാനുള്ളത്, എന്താണ് പൊതുസമൂഹത്തോട് പറയാനുള്ളത് എന്നതിലൊരു തീരുമാനം 11 മണിയോട് കൂടി ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പരമാവധി BJP പ്രവർത്തകരെ അണിനിരത്തിക്കൊണ്ട് വലിയൊരു പ്രതിഷേധം തന്നെയാണ് സുരേഷ് ഗോപിക്ക് വേണ്ടി BJP പ്രവർത്തകർ കമ്മീഷണർ ഓഫീസിലേക്ക് ഒരുക്കിയിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇന്നലെ അസാധാരണമായ പല സംഭവങ്ങളും ആകുകയായിരുന്നു ഇന്നലെ തൃശൂർ നഗരം. ആദ്യം CPM പ്രവർത്തകർ സുരേഷ് ഗോപിയുടെ ഓഫീസിന് മുന്നിൽ ക്യാമ്പ് ഓഫീസിലെ ബോർഡിൽ കരിയോയിൽ ഒഴിക്കുന്നു, പിന്നീട് അതിൽ ചെരുപ്പുമാല ധരിപ്പിക്കുന്നു. ആ ഒരു CPM പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ജീപ്പിൽ കയറ്റുമ്പോൾ CPM പ്രവർത്തകർ തന്നെ ജീപ്പിൽ നിന്നും ബലം പ്രയോഗിച്ച് അദ്ദേഹത്തിനെ പുറത്തിറക്കിക്കൊണ്ടു പോകുന്നു. അതിനെതിരെ വലിയ പ്രതിഷേധം ഉണ്ടാകുകയും രാത്രിയോടുകൂടി അദ്ദേഹത്തെ വീണ്ടും കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തു. ഇതിന്റെ പോലീസ് പോലും CPM-ന് അനുകൂലമാകുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് പ്രതിഷേധിച്ചുകൊണ്ട് CPM-ന്റെ ഓഫീസിലേക്ക്, പാർട്ടി ഓഫീസിലേക്ക് BJP പ്രവർത്തകർ പ്രതിഷേധം നടത്തുന്നു. ആ ഓഫീസിന്റെ മുന്നിൽ വെച്ച് CPM പ്രവർത്തകരും BJP പ്രവർത്തകരും പരസ്പരം കല്ലേറ് നടത്തുന്ന സാഹചര്യത്തിലേക്ക് കടക്കുന്നുണ്ട്. പിന്നീട് പോലീസ് ലാത്തി വീശി വലിയൊരു സംഘർഷം തന്നെയായിരുന്നു ഇന്നലെ രാത്രിയിൽ CPM ഓഫീസിന് മുന്നിൽ നമ്മൾ കണ്ടത്. പിന്നീട് ഈ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ BJP പ്രവർത്തകരെ അശ്വിനി ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഇന്നലെയുള്ള സംഘർഷത്തെ തുടർന്ന് 70ഓളം പേർക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തു. 40 BJP പ്രവർത്തകരെയും 30 BJP പ്രവർത്തകർക്കെതിരെയുമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇതാണ് തൃശ്ശൂരിലെ സാഹചര്യം എന്നതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറുന്നത്. BJP-യും അതോടൊപ്പം തന്നെ CPM-ഉം നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം. TG സജിത്ത് കൂടി ചേരുന്നുണ്ട്. സജിത്ത്, തീർച്ചയായും പ്രതിഷേധങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകും. അതിനിടെ ഈ കരിയോയിൽ പ്രയോഗം നടത്തുന്നു. അങ്ങനെയുള്ള ആളെ അറസ്റ്റ് ചെയ്യുമ്പോൾ ബലം പ്രയോഗിച്ച് CPM-കാർ അയാളെ മോചിപ്പിക്കുന്നു. അതേസമയം പാർട്ടി ഓഫീസിലേക്ക് BJP മാർച്ച് നടത്തുന്നു. ഇങ്ങനെയുള്ള ഒരു പശ്ചാത്തലമാണ് തൃശ്ശൂരിൽ നിലനിൽക്കുന്നത്. പക്ഷേ ഇതിൻ്റെ അടിസ്ഥാന വിഷയം എന്നത് വോട്ടുകൊള്ള എന്നുള്ളതാണ്. അത് ദേശീയ തലത്തിൽ ഉന്നയിച്ചത് രാഹുൽ ഗാന്ധിയാണ്. അതിൻ്റെ പ്രതിഫലനമാണ് കേരളത്തിലും ഉണ്ടായത്. പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള ഒരേ ഒരു BJP MP, ആ MP-യും വിജയിച്ച് കയറിയത് വോട്ടുകൊള്ളയിലൂടെയാണ് എന്നാണ് കോൺഗ്രസും CPM-ഉം പറയുന്നത്. അങ്ങനെ ഒരു ഗുരുതരമായ ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന് രാഷ്ട്രീയമായി കൂടി മറുപടി പറയേണ്ട ഉത്തരവാദിത്വം സുരേഷ് ഗോപിക്കില്ലേ, ഒപ്പം BJP-ക്കില്ലേ? അങ്ങനെ ഒരു മറുപടി ഇന്നുണ്ടാകുമെന്ന് പൊതുവെ പ്രതീക്ഷിക്കണോ സജിത്ത്? അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ രാഷ്ട്രീയ പോർമുഖം പുതിയ തലത്തിലേക്ക് മാറുന്നു എന്നതാണ് ഇന്നലത്തെ സംഭവത്തോടെ ഉണ്ടായിരിക്കുന്നത്. കാരണം CPIM പ്രവർത്തകർ ഈ MP-യുടെ ഓഫീസ്, കേന്ദ്രമന്ത്രിയുടെ ഓഫീസിന് നേരെ ഒരു പ്രകടനം നടത്തുന്നു. അദ്ദേഹത്തിൻ്റെ ബോർഡിൽ കരിയോയിൽ ഒഴിക്കുന്നു, ചെരുപ്പുമാല അറിയിക്കുന്നു. ഇത്തരമൊരു സംഭവം ഉണ്ടായതോടുകൂടി BJP പ്രവർത്തകർ കൂടി അണിനിരക്കുന്നു. ഇതിൽ നേർക്കുനേർ ഏറ്റുമുട്ടലായി ഈ വിഷയം മാറുകയാണ്. അഭിലാഷ് സൂചിപ്പിച്ചതാണ് അതിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം. കേരളത്തിൽ നിന്നും ജയിച്ചു വന്ന BJP-യുടെ ഏക MP, അദ്ദേഹം ജയിച്ചത് വോട്ടർ